ബാക്ക് ടു മൈ ബാച്ചിലർ ലൈഫ്. എന്തായിരുന്നു സുഖം. ഇത് പെട്ടെന്ന് സിഡ്നിക്കൊരു മീറ്റിങ്ങിന് വേണ്ടി ഒരു 2 ഡേ പോയതാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു ആക്ച്വലി. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യും വീട്ടിലെല്ലാവരെയും എന്ന്. പക്ഷേ ഒറ്റയ്ക്ക് പോയിട്ട് കുറേ നാളായിരുന്നു ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു 2 hour ആയിരുന്നു എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. പോയ വഴിക്ക് ആക്ച്വലി ഞാൻ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ അധികം ടോൾ ബിൽഡിങ്സ് ഒന്നും ഇല്ല. ഞാൻ സിഡ്നിയിലേക്ക് അടുത്തപ്പോഴാണ് ഇത്രയും ടോൾ ബിൽഡിങ്സൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പം ഞാൻ ഈ റെയിലൊക്കെ ആദ്യമായിട്ട് അത്രയും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നിയത്, വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ ട്രെയിൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ ശരവണ ഭവനിലേക്ക് പോയി. എനിക്ക് അവിടെ ചെന്നാൽ ദോശ കഴിക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം ട്രെയിനിന് പോകാനായിട്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര മടിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് ഒരു ക്യാബ് കിട്ടി. എന്നിട്ട് ക്യാബിൽ ഇരിക്കുന്ന ഫോട്ടോയാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോയി. വൈകുന്നേരമായി. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ഫീൽഡ്, ഇവിടെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഷോപ്പിംഗ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്ലെറ്റിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്യാബ് വിളിച്ചു. പിന്നെ ഒരു ഔട്ട്ലെറ്റിലേക്ക് പോയപ്പം അവിടെ കുറേ ആർട്ടൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. ഇതായിരുന്നു റൂം. 1 day ആയിരുന്നു സ്റ്റേ. ഇനി ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ, അപ്പോൾ ഇത് പാരമറ്റയാണ്. അപ്പോൾ പാരമറ്റയിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡ് എന്തെങ്കിലും പിന്നെയും കഴിക്കാം. അപ്പോൾ ഞാൻ പെപ്പർകോൺ കണ്ടപ്പം അവിടെ കയറി. ഇത് ഒരു നൂഡിൽ സൂപ്പാണ്. പിന്നെ രാവിലെ ഞാൻ എണ്ണീറ്റു. പിന്നെ ഒരു വാക്കിങ്ങിനൊക്കെ പോയി. നടന്നൊരു ലോട്ടറി കടയൊക്കെ കണ്ടു. അപ്പോൾ ഞാനൊരു ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് $2 ലോട്ടറി അടിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ആ 2 ടിക്കറ്റിനും എനിക്ക് $2 $10 ലോട്ടറി അടിച്ചു. ആക്ച്വലി നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ മരത്തിലൊന്നും ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ടാണ് ഞാൻ വന്നത്. നടന്നപ്പം കുറേ കടകളൊക്കെ കണ്ടു. വിയറ്റ്നാമീസ് കട കണ്ടു. വിയറ്റ്നാമീസ് കട കാണുമ്പം പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കഴിക്കാൻ. ഞങ്ങൾ ഈയിടെ വിയറ്റ്നാമിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി. അപ്പോൾ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കണ്ടു. അപ്പോൾ അവർ ബാരിക്കേഡ്സ് ഒക്കെ വെച്ചേ. അത്രയേ ഉള്ളൂ.